നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. നടനും ടി.വി.കെ പാർട്ടി അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ് മത നേതാക്കൾ. അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് അധ്യക്ഷൻ മൗലാന ഷഹബുദ്ദീൻ റസ്വി ആണ് ഫത്വ പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ റംദാനിൽ ഇഫ്താർ സംഗമം നടത്തിയ സംഭവത്തിൽ വിവാദം കൊഴുക്കുന്നതിനിടെയാണ് നടനെതിരെ മുസ്ലിം മതസംഘടനാ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 7-നാണ് വിജയ് ചെന്നൈയിൽ ഇഫ്താർ സംഗമം നടത്തിയത്. ഇതിൽ മദ്യപന്മാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും പങ്കെടുത്തു എന്ന് വിമർശനം ഉയർന്നിരുന്നു. ഒരു മുസ്ലിം സംഘടന വിജയ്ക്കെതിരെ പോലീസ് പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ മൗലാന കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നത്. അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുടെ ദേശീയ പ്രസിഡന്റാണ് മൗലാന ഷഹബുദ്ദീൻ റസ്വി ബറേലി. ചഷ്മെ ദാറുൽ ഇഫ്തയിലെ ചീഫ് മുസ്തഫയുമാണ് ഇദ്ദേഹം. വിജയ് ഇസ്ലാമിനെ അപമാനിച്ചുവെന്നും അദ്ദേഹം ഇസ്ലാം വിരുദ്ധനാണെന്നാണ് മൗലവി പറഞ്ഞിരിക്കുന്നത്. വിജയുടെ സിനിമയും ഇഫ്താറുമായി ബന്ധപ്പെട്ട വിവാദവും അദ്ദേഹം സൂചിപ്പിച്ചു. വിജയ് ഇഫ്താർ സംഘടിപ്പിച്ചത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ് എന്നാണ് വിമർശനം. മദ്യപന്മാരെയും ചൂതാട്ടം കളിക്കുന്നവരെയും ഇഫ്താറിലേക്ക് ക്ഷണിച്ചത് നിയമവിരുദ്ധവും പാപവുമാണ്. വിജയെ തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ വിശ്വസിക്കരുതെന്നും ഒരു മതചട്ടങ്ങളിലും പങ്കെടുപ്പിക്കുവാൻ പാടില്ലെന്നും രാഷ്ട്രീയ നേട്ടമാണ് വിജയുടെ ലക്ഷ്യമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മുസ്ലിം വിരുദ്ധതയുടെ ചരിത്രമുള്ള വ്യക്തിയാണ് വിജയ്. അദ്ദേഹത്തിന്റെ ബീറ്റ്സ് എന്ന സിനിമയിൽ മുസ്ലിം സമുദായത്തെ തീവ്രവാദികളാക്കിയാണ് ചിത്രീകരിക്കുന്നത്. മുസ്ലിങ്ങൾ പിശാചുക്കളാണ് എന്ന് ചിത്രീകരിക്കാനാണ് സിനിമയിലൂടെ ശ്രമിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സാഹചര്യത്തിലും വോട്ടിനു വേണ്ടി മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മൗലാന പറയുന്നു. തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടനയുടെ കഴിഞ്ഞ മാർച്ച് 11-ന് വിജയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇസ്ലാമായോ റംദാനിലെ വ്രതവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് വിജയുടെ ഇഫ്താർ വിരുന്നിൽ എത്തിയതെന്നും ഇസ്ലാമിനെ അപമാനിക്കുകയാണ് ചെയ്തതെന്നുമാണ് പരാതി. വിജയുടെ തമിഴ് വെട്രി കഴകമാണ് ഇഫ്താർ സംഗമം നടത്തിയത്. തലയിൽ തൊപ്പിയണിയിച്ച് നോമ്പുതുറയിൽ പങ്കെടുക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്ത വിജയുടെ ഫോട്ടോയും വീഡിയോയും വൈറലായിരുന്നു. മദ്യപന്മാരെയും റൗഡികളെയുമാണ് വിജയ് പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്ന് സംശയിക്കുന്നു എന്നായിരുന്നു സുന്നത്ത് ജമാഅത്ത് ട്രഷറർ സയ്യിദ് കൗസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ജനശ്രദ്ധ കിട്ടാനല്ല പരാതി നൽകിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പോലീസിൽ പരാതി നൽകിയത് സംബന്ധിച്ചോ യു.പിയിൽ മുസ്ലിം സംഘടനാ നേതാവിന്റെ പ്രതികരണം സംബന്ധിച്ചോ വിജയ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. 2026-ലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുങ്ങുകയാണ്. വിജയും ടി.വി.കെയും DMKയ്ക്കും BJPക്കുമെതിരെ ശക്തമായ പ്രസ്താവനകളുമായിട്ടാണ് വിജയ് രാഷ്ട്രീയ കളം നിറയുന്നത്. അതിനിടെയാണ് പരാതികളും വിവാദങ്ങളും. ജനനായകൻ എന്ന സിനിമയാണ് ഇനി വിജയുടേതായി ഇറങ്ങാൻ പോകുന്നത്. അതിനുശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുമെന്നും രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.